ഈ ദിവസങ്ങളിലുള്ള ഏറ്റവും പുണ്യകരമായ മറ്റൊരു കാര്യം ബലിയാണ്. ബലികർമ്മത്തിനുള്ള തയ്യാറെടുപ്പാണ്. ദുൽഹജ്ജ് 1 മുതൽ നമ്മൾ മുടിയും നഖവും നീക്കാതെ അതിനുവേണ്ടി ബലി അറുക്കുന്ന ആളുകൾ തയ്യാറാവണം ആ നിയ്യത്തോടു കൂടെ എന്നാണ്. മാ അമില ആദമിയുൻ മിൻ അമലിൻ, മനുഷ്യൻ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനവും തന്നെയില്ല. ഏത് യൗമുൻ നഹറിന്റെ അന്ന് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രവർത്തനം അഹബ്ബു ഇലല്ലാഹി മിൻ ഇഹ്റാഖിത്തം, രക്തം ചിന്തുക, ബലി നൽകുക എന്നതാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ പുണ്യകർമ്മം. എത്ര സുഹൃത്തുക്കൾ അതിന്റെ പ്രതിഫലം ഒന്നാക്കണോ ഒരു ഷെയർ ആക്കണോ എന്നൊക്കെ പലപ്പോഴും ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പൈസ ഉള്ളവർക്ക് പോലും കൺഫ്യൂഷനാണ്. ഇന്ന ഹാലത്ത് യൗമുൽ ഖിയാമ, ആ ബലി മൃഗം നാളെ പരലോകത്ത് വരും. എല്ലാ ജീവികളെയും പരലോകത്ത് കൊണ്ടുവരും. അവക്ക് അത് കഴിഞ്ഞാൽ, വിചാരണ കഴിഞ്ഞാൽ അവയെ ഒഴിവാക്കും. നമ്മുടെ ബലിമൃഗങ്ങളും വരും. ബിഖുറൂനിഹ, അതിന്റെ കൊമ്പുകളെ കൊണ്ട്. അതേപോലെ തന്നെ വാഷ്ആരിഹ വഅദ്ലാഫിഹ, അതിന്റെ നഖങ്ങളും അതിന്റെ മുടികളും രോമങ്ങളുമായിട്ട് അതവിടെ വരുന്നതാണ്. എന്നിട്ട് മീസാനിഹി, അത് മീസാനിൽ വെക്കുന്നതാണ്. അപ്പൊ എത്ര രോമുണ്ടോ എത്ര വലുപ്പുണ്ടോ അതിനനുസരിച്ച് അവൻ എന്ത് ചെയ്യും, പ്രതിഫലം നൽകപ്പെടും എന്നാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് ഏറ്റവും പുണ്യകരമായ ആ പ്രവർത്തനത്തിന് നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ്. ഒരു വീട്ടുകാർക്ക് ഒന്നും മതി. ഇനിയിപ്പോൾ ഓരോരുത്തരും ഓരോന്ന് അറുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് ഇസ്ലാമിൽ തടസ്സമൊന്നുമില്ല. ആണുങ്ങൾ മാത്രമേ ചെയ്യേണ്ടൂ എന്നൊരു തെറ്റിദ്ധാരണ വെറുതെ പറയാണ്. ഒരു പെണ്ണിനും വലിയ എന്ന ഏറ്റവും വലിയ പുണ്യകർമ്മം നിർവഹിക്കുന്നതിന് ഒരു കാര്യമില്ല. ആടിന് 1 വയസ്സാണ്, മാടിന് 2 വയസ്സാണ്, ഒട്ടകത്തിന് 5 വയസ്സാണ് കണക്കാക്കപ്പെടുന്നത്. ബലിയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും മാംസമുള്ളതായിരിക്കണം. ഒട്ടകത്തെ അറുക്കാൻ പറ്റുന്ന അതന്നെ അറുക്കണ്ട. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ഈ ഉളുഹിയത്തിനെ സംബന്ധിച്ചിടത്തോളം ആടിന് പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. പക്ഷേ ഒരാൾക്ക് ഒരു ഉരു പറ്റുമെങ്കിൽ അതാണ് അറുക്കേണ്ടത്. അത് ഒട്ടകാണ്. അത് പറ്റൂലെങ്കിൽ ഒരു മാടാണ്, അതല്ലെങ്കിൽ ഒരാടാണ്. ആടും കഴിഞ്ഞിട്ട് ഒരു ഷെയറുണ്ട്. ഒരാടിനെ വാങ്ങി അറുക്കാനും കഴിയാത്തവനാണ് അടുത്തൊരു ഷെയറിലേക്ക് ചേരേണ്ടത്. 7 ആളാണ് ഒരു ഇതിൽ ചേരാൻ ചോദിച്ചത്. എപ്പോഴും നമ്മൾ അതിലധികമാകുന്നുണ്ടോ എന്ന് ഗൗരവമായിട്ട് എന്ത് ചെയ്യണം, ചിന്തിക്കണം എന്നാണ്. പലപ്പോഴും ഈ ബലി കർമ്മം നിർവഹിക്കുമ്പോൾ നമുക്ക് വക്കാലത്തൊരാളെ ഏൽപ്പിച്ച അയാൾ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ബലിയിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ ഒരു പുണ്യ ദിവസത്തിൽ ചെയ്യാവുന്ന ഈ ഒരു പുണ്യ പ്രവർത്തനത്തിന് ഈദ്ഗാഹ്ക്ക് നമ്മൾ പോകണ്ടെങ്കിൽ എന്താ സുഹൃത്തുക്കളെ, ബലിയുടെ സ്ഥലത്ത് പോകാൻ നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ ആരായിക്കോട്ടെ, അള്ളാഹിന്റെ റസൂലിനേക്കാളും വലിയ ആൾക്കാരല്ലല്ലോ. നമ്മളാണത് കൈകാര്യം ചെയ്യേണ്ടത്, നമ്മളാണ് അറുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അറുത്തത്. 100 ഒട്ടകങ്ങളെ ഒരു സന്ദർഭത്തിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലി കൊടുത്തിട്ടുണ്ട്. ആ 100 ഒട്ടകങ്ങളിൽ നിന്നും ഓരോ കഷ്ണമെടുത്ത് പാചകം ചെയ്ത് കഴിച്ചു എന്നാണ്. കുലൂ മിൻഹു, അതിൽ നിന്ന് ഭക്ഷിക്കണം എന്നാണ്. അതിനെ അറുക്കുക, അതിനെ ഭക്ഷിക്കുക, അതിന് സാക്ഷ്യം വഹിക്കുക, എല്ലാം വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, അത് ഉണ്ടാവണം. ഏതാണ് നമ്മുടെ ഉരുവെന്ന് നമ്മൾ അറിയണം. പല ആളുകളും പൈസ കൊടുക്കണ വിരോധമല്ല, പൈസ നമ്മൾ കൊടുത്താലും ഇതിന്റെ ഒരു കൈകാര്യ കർത്തൃത്വത്തിൽ നമ്മൾ എല്ലാവരും കാര്യമായി പങ്കെടുക്കണം. ഈദ്ഗാഹിന് ശേഷമാണ് അറുക്കേണ്ടത്. അതിന് മുമ്പ് അറുത്താൽ അപ്പൊ പിന്നെ വേറൊന്നും അറുക്കേണ്ടത്. ഇത് ബലിയായിട്ട് എന്ത് ചെയ്യൂല, പരിഗണിക്കപ്പെടാതെ പോകുമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ ശ്രദ്ധയോടുകൂടെ താല്പര്യത്തോടെ നമ്മൾ നിർവഹിക്കുക. പിന്നെ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊന്നും നമുക്ക് നഷ്ടപ്പെടൂല. അതൊക്കെ പൂർണ്ണ പ്രതിഫലത്തോടെ നമുക്ക് എന്ത് ചെയ്യും, നാളെ തിരിച്ചു കിട്ടുന്ന ഒന്നാണ്. അതുകൊണ്ട് നിയ്യത്തൊക്കെ സമയം വൈകിയിട്ടില്ല. ദുൽഹജ്ജ് 1 ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് തീർച്ചയായും നമുക്ക് തീരുമാനിക്കാൻ സമയമുണ്ട്. അത് തീരുമാനിച്ച് നമ്മൾ നിർവഹിക്കുക. നമുക്ക് നമ്മുടെ വീട്ടിലിട്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു വിരോധമല്ല. പക്ഷെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുലൂ മിൻഹു വഅത്ഇമുൽ ബായിസൽ ഫഖീറാണ്. പാവപ്പെട്ടവർക്ക് കൊടുക്കണം. പലപ്പോഴും നമ്മളൊരു ഷെയറൊക്കെ കൂടി ആ ഷെയർ കിട്ടുന്ന ഒരു 10-15 കിലോ മാംസമാണ് പലപ്പോഴും ഒരു 7 ആൾ കൂടി ഇറക്കുമ്പോൾ ഉണ്ടാകുക. ഈ 15 കിലോ നമ്മൾ വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ കഴിക്കുക, അല്ലെങ്കിൽ നമ്മുടെ അതേ നിലവാരമുള്ള ആളുകൾക്ക് കൊടുക്കുക. പാവപ്പെട്ടവൻ തിന്നിരിക്കണം, അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ പാവപ്പെട്ടവർക്ക് കൊടുത്തോ എന്നാണ് നമ്മൾ. നമ്മുടെ കുടുംബാണോ ബന്ധാണോ എന്നുള്ളതല്ല, മിസ്കീനാണോ ഫക്കീറാണോ അവർക്ക് നമ്മുടെ ബലിയുടെ മാംസം കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ തയ്യാറാവണം. തീർച്ചയായും അള്ളാഹുവിന്റെ റസൂൽ നിർവഹിച്ചു കാണിച്ചു തന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ സുന്നത്ത് എന്ന് പറയുന്ന യൗമുൻ നഹറിലെ ഏറ്റവും പുണ്യകരമായ, അതിൻ്റെ രോമങ്ങൾക്കനുസരിച്ച് പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്ന അത്രയും ശ്രേഷ്ഠവും പുണ്യവുമായ ആ കർമ്മം ഈ 10 ദിവസങ്ങളിൽ ചെയ്യേണ്ട ഏറ്റവും പുണ്യകരമായ ഒരു കാര്യമാണ്. തീർച്ചയായും അത് നിർവഹിക്കുവാനും അതിൻ്റെ പ്രതിഫലം കരസ്ഥമാക്കുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ.